പ്രിയപ്പെട്ട യൂട്യൂബ് നിവാസികളെ, ഇത് നമ്മുടെ 10ാമത്തെ വീഡിയോ ആണ്. 10ാമത്തെ വീഡിയോ ആയിട്ട് നമ്മളൊരു യമണ്ടൻ പടം തന്നെ എടുത്തേക്കുന്നത്. ഇന്ത്യൻ സിനിമയുടെ തന്നെ ലെജൻഡായ ശ്രീ ബാലകൃഷ്ണ അഭിനയിച്ച സിംഹ. I'm going to pass the mic on to the legend. The legend. The legend. I think they're all dying to hear from you, so let's hear it from the legend. Legend. You are the Huh? You are the legend. ഈ സിനിമയിൽ നമ്മുടെ ഗാരുവിന് ഡബിൾ റോളാണ്, അച്ഛനും മകനും. സ്വാഭാവികം. ഈ സിനിമയിൽ നമ്മുടെ ഗാരുവിന് 3 നായികമാരുണ്ട്. സ്വാഭാവികം. സ്വന്തം തന്തകാരുവിനെ കൊന്ന വില്ലന്മാരോട് മകൻ ഗാരു എങ്ങനെ പ്രതികാരം ചെയ്യുന്നു എന്നതാണ് ഈ സിനിമയുടെ കഥ. ഈ സിനിമയിൽ നമ്മുടെ ഗാരു ഒരു കോളേജ് അധ്യാപകനാണ്. ഗാരുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുന്ദരനുമാണ്. അനീതി കണ്ടാൽ എതിർക്കും, ജനങ്ങളുടെ ഏത് കാര്യത്തിനും മുന്നിൽ കാണും. അങ്ങനെ നാട്ടുകാരുടെ കണ്ണിൽ ഉണ്ണിയാണ്. സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നമ്മുടെ ഗാരു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്ത് അവിടെ പറ്റും. ഗാരു വന്നാ പിന്നെ അറിയാലോ, പിന്നെ ആന്റി ഗ്രാവിറ്റി ഫൈറ്റ് ആയിരിക്കും അവിടെ. കോളേജിൽ ഏതെങ്കിലും പിള്ളേരെ ഡ്രഗ്സ് ഉപയോഗിച്ചാൽ അപ്പൊ തന്നെ ഗാരു പത്തലൂരടിക്കും. സ്ത്രീകളുടെ വസ്ത്രദാനത്തെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഗാരു അപ്പൊ തന്നെ അവരെ ചെപ്പടിച്ച് തിരിക്കും. എന്നിട്ട് ഗാരു അവനെ ഉപദേശിക്കും, മാറേണ്ട സ്ത്രീകൾ ഡ്രസ്സിംഗ് അല്ല, ആദ്യം നീക്ക് നിന്റെ മൈൻഡ് സെറ്റ് മാറ്റണം എന്നിട്ട് ഉപദേശിക്കും. వెల్టన్ గారు వెల్టన్ ఆన్ స్టేజ్ దునియా అనేటువంటి సినిమాతోనే పేరుకి ముందు ఒక ప్రిఫిక్స్ లాగా పెట్టేసుకున్నటువంటి మన എന്തെങ്കിലും നല്ലത് പറഞ്ഞു വായിൽ വെച്ച ഉടനെ തുടങ്ങും കാമത്തവള. ആദ്യം ഇയാള് നന്നാവും, എന്നിട്ട് നാട്ടുകാരെ ഉപദേശിക്കും. ഇങ്ങനെ കുറെ കളവന്മാരുണ്ടെന്നേ, ഇവന്മാർ ചെയ്യണ മൊത്തം ഇങ്ങനെ തൊട്ടിത്തരും, എന്നിട്ട് നാട്ടുകാരെ മൊത്തം ഉപദേശിച്ച് നടക്കില്ല. ഗാരുവിന്റെ കോളേജിലെ ലെക്ചറാണ് നമിത. കോളേജ് എവിടെയാണെന്ന് പെട്ടെന്ന് അറിഞ്ഞിട്ട് വേണം ഇവിടെ ചെന്ന് അഡ്മിഷൻ എടുക്കാൻ. ഗാരുവിന് നമിതയുടെ തന്തയുടെ പ്രായം ഉണ്ടെങ്കിലും നമിതയ്ക്ക് ഗാരുവിന് മതി. പിന്നെ കോളേജിൽ ഒരു മെഴുകു പ്രതിമയുണ്ട്, അവക്കും മതി, ബാലേനും മതി. ഇവിടെ മനുഷ്യന് ഒരെണ്ണം പോലും സെറ്റാണുള്ളത്. അതിന്റെ ആണെങ്കിൽ ഈ കള്ളക്കളവനും രണ്ടെണ്ണം. ഈ സിനിമയിലെ മെയിൻ വില്ലനാണ് നമ്മുടെ സായികുമാർ. 25 വർഷമായിട്ട് കോമയിലാണ്. പുള്ളി കോമയിൽ പോകാൻ കാരണം നമ്മുടെ തന്തകാരു ഫ്ലാഷ് ബാക്കിൽ പുള്ളിയുടെ തലക്കൊരു ഇടി കൊടുത്തു. അപ്പൊ പുള്ളി കോമയിലായി. നമ്മുടെ മകൻകാര് വേറൊരു ഫൈറ്റിനിടയ്ക്ക് നമ്മുടെ സായികുമാർ അറിയാതൊരു ഇടി ഇടിക്കും. അപ്പോഴത്തേക്ക് പുള്ളി കോമയിൽ നിന്ന് എണീക്കും. വാട്ട് എ മെഡിക്കൽ മിറാക്കിൾ. വിശാഖപട്ടണത്തിലെ വലിയൊരു ഡോണാണ് നമ്മുടെ സായികുമാർ. പുള്ളി 25 വർഷമായിട്ട് കോമയിലാണ്. അതുകൊണ്ട് ഇപ്പൊ ഡീലിങ്സ് ഒക്കെ നടത്തുന്നത് മകനായ കരിപ്പടി ഗോപിയാണ്. ഈ കരിപ്പടി ഗോപിയുടെ മെയിൻ ശത്രുവാണ് നമ്മുടെ മെഴുകു പ്രതിമയുടെ അച്ഛനായ റഹ്മാൻ. എവിടെ വെച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വെടിവെപ്പാണ്. ഈ സമയത്താണ് നമ്മുടെ ബാലയുടെ ഇടി അറിയാണ്ട് വന്ന സായികുമാർ കോമയിൽ നിന്ന് എണീക്കുന്നത്. അങ്ങനെ കോമയിൽ നിന്നിട്ട് നമ്മുടെ സായികുമാർ ഇവര് തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മുടെ മെഴുകു പ്രതിമയെ കൊണ്ട് കരിപ്പടി ഗോപിനെ കെട്ടിക്കാൻ പറയും. റഹ്മാൻ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പുള്ളി പഴയ മുതലാളിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കും. അങ്ങനെ നമ്മുടെ കല്യാണ പരിപാടിയിൽ വെച്ച് നമ്മുടെ കരിപ്പടി ഗോപി എടുത്ത് മെഴുകു പ്രതിമയുടെ ചേട്ടൻ പറയും, ഒരു ഗണ്ണ് പോലും പൊക്കാനാരോടാത്ത നീ ഫസ്റ്റ് നൈറ്റിൽ എന്ത് ചെയ്യാനാന്ന് വെച്ച് കളിയാക്കും. ഇത് നമ്മുടെ കരിപ്പടി പോക്കി ഇഷ്ടപ്പെട്ടില്ല. പുള്ളി ഉടനെ തന്നെ കത്തിരിട്ട. അങ്ങനെ നമ്മുടെ മെഴുകു പ്രതിമ അവിടെ നിന്ന് ഒളിച്ചോടിയാണ് നമ്മുടെ ബാലകൃഷ്ണയുടെ കോളേജിൽ വന്ന് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് ഡാഡി ബാലകൃഷ്ണയുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. നമ്മുടെ തന്തകാരു ഒരു ഡോക്ടറാണ്. പുള്ളി ഡോക്ടർ ആണെങ്കിലും പുള്ളിക്ക് ഈ അനീതി അക്രമമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുള്ളി കൈ ഇങ്ങനെ തരിക്കും. പിന്നെ അവിടെ ചെന്നിട്ട് മൊത്തം ആന്റി ഗ്രാവിറ്റി ഫൈറ്റ് ആയിരിക്കും. നമ്മുടെ ഗാരുവിന്റെ എല്ലാ പടത്തിലും ഏതെങ്കിലും വില്ലന്മാർ വന്ന് അക്രമം കാണിക്കും. എന്നിട്ട് ഓരോരുത്തന്മാർ വന്നിട്ട് പറയും, ദൈവമേ ഞങ്ങൾ രക്ഷിക്കാൻ ആരും ഇല്ലേ ദേവടാ എന്ന് പറഞ്ഞിട്ട് കാര്യം. അപ്പൊ ഗാരുവിന്റെ ഇൻട്രോ ഇങ്ങനെയാണ് എല്ലാ പടത്തിലും ഉള്ള ഇൻട്രോ. ഈ പടത്തിലും വ്യത്യസ്തമല്ല, ഇത് തന്നെയാണ് ഇൻട്രോ. ആ നാട്ടിലെ മറ്റൊരു പുരുഷല്യമാണ് നമ്മുടെ സായികുമാർ ആൻഡ് ഫാമിലി. സായികുമാറിന്റെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞാൽ അവർ മാന്യമായിട്ട് ബിസിനസ് ചെയ്ത് ജീവിക്കുന്നു. കള്ളനോട്ടടി, പെൺവാണിഭം, കള്ളച്ചാരയെ കടത്ത്, അതുകൂടാതെ ഡ്യൂപ്ലിക്കേറ്റ് കീടനാശിനി വരെ ഉണ്ടാക്കിയിരിക്കും. എന്നിട്ട് അതടിച്ചിട്ട് പൊടിക്കളി ചത്തല്ലെന്ന് പറഞ്ഞിട്ട് എന്നാൽ പിന്നെ മനുഷ്യന്മാരെ കൊല്ലാന്ന് പറഞ്ഞിട്ട് അവതരിച്ച് അവന്മാരെ കൊല്ലും. നമ്മുടെ സായികുമാറിന് 2 അനിയന്മാരുണ്ട്. ഒരുത്തൻ ഡബിൾ മണ്ണിയും ഒരുത്തൻ ട്രിപ്പിൾ മണ്ണിയും, പിന്നെ ഒരു ചൊറിയും തന്തയും. ഈ ഡബിൾ മണ്ണിയെ നമ്മുടെ ഗാരു സ്റ്റേഷനിലിട്ട് വെട്ടിക്കൊല്ലും. അപ്പൊ നമ്മൾ വിചാരിക്കും ബാലയെ വന്നിട്ട്
പോലീസുകാരെ അറസ്റ്റ് ചെയ്യുന്നു. ഇത് കേരളമല്ല, ഇത് ആന്ധ്രാപ്രദേശാണ്. അവിടെ നായകൻ കൊന്നു കഴിഞ്ഞാൽ അവിടെ കേസില്ല. സായികുമാറിന്റെ അടുത്ത് തന്നെ നമ്മുടെ ട്രിപ്പിൾ മോനെ നമ്മുടെ ഗാരു കുത്തിക്കൊല്ലും. നമ്മുടെ ഗാരുവിനെ ഇനിയും വെച്ചോണ്ടിരുന്ന വയറ്റി തൊള വീഴുമെന്ന് മനസ്സിലായ നമ്മുടെ സായികുമാർ ഇവന്റെ അണ്ണാക്കി കയറുന്ന വെടിവെച്ചിട്ടാലും ഇവനെ കൊന്നേ പറ്റുമെന്ന് തീരുമാനിച്ചു. നമ്മുടെ ഡോക്ടർ ഗാരുവിന്റെ വൈഫാണ് നമ്മുടെ നയൻതാര. ഇത് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരസ്യമൊന്നുമല്ല. അവര് വീട്ടില് ഈ ഡ്രസ്സിലാണ് നടക്കുന്നത്. ഇതൊക്കെ ഇട്ടുകൊണ്ട് കിടന്ന് രാത്രി കുത്തി കയറില്ല ഇതൊക്കെ. അങ്ങനെ നമ്മുടെ ഗാരുവിനെ കൊല്ലാൻ വേണ്ടി അമ്പലത്തിലെ പൂജാരിനെ കൊണ്ട് വിഷം കൊടുപ്പിക്കും. ഗാരുവിന് വിഷമൊന്നും കൊടുത്തിട്ട് യാതൊരു കാര്യമെന്ന് മനസ്സിലാക്കി നമ്മുടെ പൂജാരി വിഷം തന്നെ കൊടുത്ത് ചാവാൻ നോക്കും. പക്ഷെ ഗാരു അത് തടയും. ഗാരു പൂജാരി ചോദിക്കും, എന്താണ് പുള്ളേ, എന്താണ് കാര്യം? അപ്പൊ പൂജാരി കാര്യങ്ങളൊക്കെ പറയും. എന്റെ മോളെ സായികുമാർ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് വിഷം തന്ന് കൊല്ലാനൊക്കെ ശ്രമിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഗാരു നമ്മുടെ പൂജാരിയുടെ മോളെ രക്ഷിക്കാനായിട്ട് ഇട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ പൂജാരിയുടെ മോളുടെ കഴുത്തിൽ കത്തി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഗാരുവിന്റെ അടുത്ത് പറയും സായികുമാറിന്റെ അച്ഛന്റെ കാല് പിടിക്കും. ഇത് കണ്ടൊന്നും സഹിക്കാൻ വയ്യാത്ത പൂജാരിയുടെ മോള് സ്വന്തമായിട്ട് കഴുത്തറുത്തത് മതി. ഇത് കണ്ട ഗാരു നമ്മുടെ സായികുമാർ അച്ഛനെ നേരെ പിടിച്ച് രണ്ടായിട്ട് അങ്ങ് ഓടിക്കും. പിന്നെ അറിയാല, പിന്നെ പൊടിവാറിനിടിയാണ് അവിടെ. ഇതിന്റെ ഇടയ്ക്ക് ഇവര് ഇവിടുന്ന് വന്നു. അങ്ങനെ നയൻതാരയെ കണ്ട് ഡൈവേർട്ട് ആയ നമ്മുടെ ഗാരുവിന്റെ വയറ്റിൽ 4 സൈഡിൽ നിന്ന് കുത്തും. ഇത് എന്താ കത്തി സ്റ്റാൻഡാ? സാധാരണ ഇങ്ങനെയൊക്കെ ഒരാൾക്ക് കുത്തു കിട്ടി കഴിഞ്ഞാൽ ആള് സ്പോട്ടില് ഡെഡ് ആവും. പക്ഷെ നമ്മുടെ ഗാരു അങ്ങനെയല്ല. ഗാരുവിന്റെ ചെറിയ തുണി എടുത്ത് അരയിൽ കെട്ടിട്ട് പിന്നെ ഫൈറ്റ് പോകും. എന്നിട്ട് എല്ലാത്തിനും പിടിച്ചിടിക്കും. എന്നിട്ട് ഗാരു സായികുമാറിന്റെ 2 ഇടിക്കും. അങ്ങനെ നമ്മുടെ സായികുമാർ കോമയിലാവും. അങ്ങനെ നമ്മുടെ ഗാരു മരിക്കും. ഹോ, ഭാഗ്യം, ചത്തല്ല. ഞാൻ വിചാരിച്ചു പുള്ളി ഡോക്ടറായിട്ട് വല്ല കാട്ടോളി എടുത്തിട്ട് സ്റ്റിച്ച് ഇട്ട് ജീവിക്കുമായിരിക്കും. അങ്ങനെ അച്ഛന്റെ കഥ അമ്മമ്മ അടുത്ത് നിന്ന് കേട്ടൊക്കെ നമ്മുടെ ഗാരുവിന്റെ ചോര തിളയ്ക്കും. ഇതൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാതെ ഗാരു നേരെ സായികുമാറിന്റെ വീട്ടിൽ പോയി സായികുമാർ അങ്ങ് പിടിച്ചിറക്കിക്കൊണ്ടുവരും. എന്നിട്ട് നേരെ അച്ഛനെ കൊന്ന ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് വിടും. അച്ഛനെ തട്ടിക്കൊണ്ടുപോയ കാര്യം പറഞ്ഞിട്ട് നമ്മുടെ കരിപ്പടി ഗോപിയും അവിടേക്ക് എത്തും. കരിപ്പടി ഗോപി നേരെ സ്പോട്ടിൽ നിന്നിട്ട് സായികുമാരോട് ചോദിക്കും, അച്ഛനെ തട്ടിക്കൊണ്ടുവന്ന ആരെ ഈ കിളവിയാണോ? എന്നിട്ട് സായികുമാർ ചോദിക്കും, എടാ നിന്റെ തലയിൽ തലച്ചോറാണ് അതോ ചകിരിച്ചോറാണ്? ഈ ചാവമോണ കിളവി എങ്ങനെയാടാ എന്നെ തട്ടിക്കൊണ്ടു വന്നത്? പോയി അവനെ ചെന്ന് അടിയിടാന്ന് പറയും. നമ്മുടെ ഗാരുവിനെ അറിയില്ല. ഇടിക്ക് മുന്നേ 15 മിനിറ്റ് പുള്ളി പഞ്ചടയിലേക്ക് പറയും. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇടി. പിന്നെ അവിടെ ഗാരുവും കരിപ്പൊടി ഗോപിയായിട്ട് പൊടിപാറിന് അടിയാണ് അവിടെ. എന്നിട്ട് നമ്മുടെ ഗാരു കരിപ്പൊടി ഗോപിനെ പിടിച്ച് 2ആയിട്ട് ഒടിച്ചെടുത്ത് എറിയും. അപ്പൊ നമ്മുടെ സായികുമാർ ഗാരുവിനെ പിന്നിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കും. അപ്പൊ ഗാരു ഒരൊറ്റ ഇടി ഇടും. ഈ ഇടി കിട്ടിയതോടെ സായികുമാർ മനസ്സിലായി, ഇവന്റെ ഇടി കൊണ്ടായിട്ടാണ് ഞാൻ കോമേനെ ഇട്ടത്. എന്നിട്ട് ഗാരു സായികുമാറിനെ കോടാലി വെച്ച് വെട്ടിക്കൊല്ലും. 637 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു പാവം യൂട്യൂബ് ചാനലാണ് നമ്മളത്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി.